സ്ഥാനം സ്വീകരിക്കാൻ എല്ലാവരും. ആദിയിലേക്ക് കേന്ദ്രീകരിച്ച് ജീവാംശത്തെ കൊടുത്ത് പുരുഷനെടുത്തുകൊണ്ടാണ് ഇത് ആത്മീയമായ തുടക്കം കുറിച്ചത്. നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുള്ള നമ്മുടെ തറവാട്ടിലുള്ളവർക്ക് മാത്രമല്ല, പ്രദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അമ്മ പരാശക്തിയുടെ സാന്നിധ്യം, ചമുണ്ടേശ്വരി ഭഗവതിയുടെ സാന്നിധ്യം നമ്മളെല്ലാ ഭവനങ്ങളിലും പ്രദേശത്ത് നിന്നുകൊണ്ടിരിക്കും. എല്ലാ ആപത്തുകളിൽ നീക്കി ആയിരാരോഗ്യ സൗഖ്യം ചെയ്യുമാറ് സുഖത പ്രദാനം ചെയ്യുന്ന ഭക്തിഭാവത്തോടുകൂടി ശക്തിമത്തായ ചൈതന്യമായ ഇവിടെ പ്രതിഷ്ഠിക്കാൻ വിചാരിച്ചു. അതിന് മുന്നോടിയായിട്ടാണ് ഈ ശരീരം വളരെ തച്ചുശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള നമ്മുടെ രാജേഷ് ശാന്തി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നതിൻ്റെ പേരിലാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഇവിടെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ഇത് നേതൃത്വം കൊടുത്തുകൊണ്ട് പിന്നെ ഓരോ കാര്യങ്ങളും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളാകുമ്പോൾ അതിന് ചില ആചാരങ്ങളും ചില ശാസ്ത്രീയ വശങ്ങളുമുണ്ട്. ക്ഷേത്രം നടത്തുന്ന മുഴുവൻ ക്രിയകളും ശാസ്ത്രോചിതമാണ്, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. തച്ചുശാസ്ത്രം, വേദശാസ്ത്രം, മന്ത്രശാസ്ത്രം, യോഗ, ഇതൊക്കെ ഈ ശാസ്ത്രവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഴുവൻ ചടങ്ങുകൾ നടക്കുന്നത്. ഇതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ് താനും അല്ലേ. ഭഗവതിക്ക് ശാന്തിമാരെപ്പോലുള്ള ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരിൽ നിന്ന് വേണ്ട ഉപദേശങ്ങളെല്ലാം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ടാവും. അതെല്ലാം നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇരുവരും വരെ അനുഗ്രഹം ഉണ്ടാകും.